സാധാരണ വരുന്ന ഹൃദയാഘാതങ്ങളിൽ ഏതാണ്ട് 50% മരണങ്ങൾ നടക്കുന്നത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലാണ്. ഒരു സ്ട്രെസ് ഫുള്ളായിട്ടുള്ള ഒരു സംഗതി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് ആ വ്യക്തി പോവുകയും ചിലപ്പോൾ അവിചാരിത മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യാവുന്നത്. ഈ ഓണം, സംക്രാന്തി അതനുസരിച്ച് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്നില്ല. സ്മാർട്ട് വാച്ച് ഒരു വിപ്ലവമാണ്, ഞാൻ സമ്മതിക്കാം. അതിലേറ്റവും പ്രധാനം അതിൽ ഹാർട്ട് റേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ പലരും ഫാൾസ് അലാമായിട്ട് ഞങ്ങളടുത്ത് വരാറുണ്ട്. അറ്റാക്ക് വന്നു പറയുമ്പോൾ വലിയ വാർത്തയല്ല, അദ്ദേഹത്തിന് പ്രായമുണ്ട് അതുകൊണ്ട് വന്നതാണ് എന്ന് പറയും. പക്ഷേ ചെറുപ്പക്കാർക്ക് തന്നെ ഹൃദ്രോഗം വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി മാറി, രക്തസമ്മർദ്ദം അതിനെ റിലേ ചെയ്ത് പോകുന്നെങ്കിലും ഒരു ചികിത്സാവിധിയും സ്മാർട്ട് വാച്ചിൽ നിന്നുള്ള രക്തസമ്മർദ്ദം വച്ച് ചികിത്സ നിശ്ചയിക്കുന്ന സംവിധാനം ഇതുവരെ ഇല്ല. ഇദ്ദേഹത്തിന് പരിശോധിച്ചപ്പം സൂപ്രണ്ട് പറഞ്ഞ അദ്ദേഹത്തിന് പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുക്കുമ്പോൾ, അച്ഛാ 2 പെൻസിലും ഒരു പേനയും വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അതിന് വാങ്ങിപ്പോയ വ്യക്തിയാണ്. അതൊരു വല്ലാത്ത. ഡോക്ടർ, ഒരു കാർഡിയോളജിസ്റ്റിനെ അടുത്ത് കിട്ടുമ്പോൾ നമുക്കൊരു മാറിയ കാലത്തിൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ മനുഷ്യർ കൂടുതലായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാർഡിയോളജിസ്റ്റിനോട് ചോദിക്കാനുള്ളത്, ഇത്തരം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന കടുത്ത സ്ട്രെസ് ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഒരു സ്ട്രെസ് ഫുള്ളായിട്ടുള്ള ഒരു സംഗതി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് ആ വ്യക്തി പോവുകയും ചിലപ്പോൾ അവിചാരിത മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യാവുന്നത്. പ്രധാനപ്പെട്ടത് സ്ട്രെസ്സ് രക്തസമ്മർദ്ദം കൂട്ടും. ഹൃദയത്തിൻ്റെ ധമനികൾക്കുള്ളിൽ ചെറിയ കൊളസ്ട്രോൾ അടിഞ്ഞുള്ള പ്ലാക്കുകൾ ഉണ്ടാവും. അതിൽ വിള്ളൽ വരാനും അത് വിള്ളലിന് ശേഷം അതിൽ രക്തം കട്ട പിടിച്ച് ഹാർട്ട് അറ്റാക്കിലേക്ക് വഴിക്കാനും സാധ്യതയുണ്ട്. അത് സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ്. മാത്രമല്ല, വളരെ പ്രധാനമായിട്ടും മറ്റൊരു സംഗതി കൂടിയുണ്ട്. സ്ട്രെസ് ഉള്ളവരോട് പെട്ടെന്നൊരു സ്ട്രെസ്സ് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ആഘാതം, വീട്ടിലൊരു ബന്ധുവിൻ്റെ മരണമോ മറ്റെന്തെങ്കിലും ലോസോ വീട്ടിൽ സംഭവിക്കുമ്പോൾ അവരുടെ ഹൃദയപേശികൾക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും പ്രവർത്തന വൈകല്യം ഉണ്ടായി പമ്പിങ് ശക്തി കുറഞ്ഞ് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ എത്തിക്കപ്പെടാറുണ്ട്. അത് സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്ന് പറയും. സ്ട്രെസ്സ് കൊണ്ട് വരുന്ന ഹൃദയ ഭിത്തികൾക്കുണ്ടാകുന്ന ശക്തിക്കുറവ് അതുണ്ടാവും. അപ്പോൾ സ്ട്രെസ്സ് വളരെ റിലേറ്റഡാണ്. സ്ട്രെസ്സ്, ഡിപ്രഷൻ, വിഷാദരോഗം ഇതെല്ലാം ഹൃദയാഘാതത്തിലേക്ക് വഴിതെളിക്കാവുന്ന ഘടകങ്ങളാണ്. വിഷാദരോഗത്തിനെ പറ്റി പറയുമ്പോൾ ഹൃദയാഘാതത്തിന് ചികിത്സ തേടുന്നവർ ചിലപ്പോൾ എനിക്ക് ഹൃദയാഘാതം വന്നല്ലോ എന്ന് വിഷമപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അവർക്ക് നമ്മൾ അങ്ങനെ അനുഭവപ്പെടാത്ത മറ്റൊരു വ്യക്തിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും വീണ്ടും ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. കാരണം അവരുടെ മാനസികാവസ്ഥ കൊണ്ട് തന്നെ ഈ പറഞ്ഞ മരുന്നുകളുടെ ഫലപ്രദമായ ഉപയോഗം അവർക്ക് കിട്ടാതെ വരാം. അപ്പോൾ അതൊരു ചോദിച്ച ചോദ്യം വളരെ പ്രസക്തവും ആനുകാലികമായിട്ട് വളരെ പ്രസക്തമാണ്. BP കുറിച്ചും കൊളസ്ട്രോളിനെ കുറിച്ചും കേട്ടപ്പോൾ ഓർമ്മ വന്നതാണ്. ഈ സ്ട്രോക്കിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ബ്രെയിനിലേക്കുള്ള രക്തഓട്ടത്തിന് ബ്ലോക്ക് വരുന്നതാണ് സ്ട്രോക്ക് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഹൃദയത്തിലേക്കുള്ള രക്തഓട്ടത്തിന് ബ്ലോക്കുകൾ വരുന്നതാണോ നമുക്ക് ഹൃദയാഘാതം എന്ന് പറയുന്നത്? ഹൃദയത്തിലെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ഈ സ്ട്രോക്കുമായിട്ട് റിലേറ്റഡ് ആണ് ഹൃദയാഘാതവും, അതുപോലെ വരുന്ന ഒരു സംഗതിയാണ്. ഡോക്ടർ, അതുപോലെ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഹൃദയാഘാതം വന്നു, ഹോസ്പിറ്റലിലേക്ക് എത്തി, ആൻജിയോഗ്രാം ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നുള്ളത്. ഒന്ന് കുറഞ്ഞ വാക്കിൽ നമുക്കതൊന്ന് വിശദീകരിച്ച് തരാമോ? എന്താണ് ആ പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നത്? ഹൃദയാഘാതം എന്താണ് എന്ന് ഞാൻ ആദ്യം വിശദീകരിക്കാം. ഹൃദയധമനികളിൽ നമ്മളുടെ വാട്ടർ കണക്ഷൻസ് വീടുകളിൽ വരുന്ന ആ പൈപ്പുകളിൽ എല്ലാ സമയവും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹൃദയത്തിൻ്റെ പേശികൾ 24 മണിക്കൂറും 1 മിനിറ്റ് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന അവയവമാണ്. അതിന് എപ്പോഴും ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. ഈ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത് ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് ഒഴുകുന്ന ശുദ്ധ രക്തക്കുഴലുകൾ അഥവാ ആർട്ടറീസാണ്. ഈ ശുദ്ധ രക്തക്കുഴലുകളുടെ ഭിത്തികൾ ഈ രക്തസമ്മർദ്ദം താങ്ങാനുള്ള ശക്തിയുള്ള ഭിത്തികളാണ്. ഈ ഭിത്തികളിൽ 3 ലെയേഴ്സാണ്, 3 പാളികളായിട്ടാണ് കാണുന്നത്. അകത്ത് നേരിയ ഒരു ഇൻറ്റിമൽ ലെയർ, അത് കഴിഞ്ഞ് മീഡിയ ലെയർ, പിന്നെ ഒരു ആവരണം, ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൽ ഇൻറ്റിമൽ ലെയറിനകത്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന കൊഴുപ്പ് അടിയുന്നത്.
ഈ കൊഴുപ്പടിയുമ്പോൾ ആ ഭാഗത്തേക്ക് ചിലപ്പോൾ നമ്മുടെ രക്താണുക്കളെ ആവാഹിക്കും. അവിടെ ചെറിയ തോതിൽ മുറിവൊക്കെ വരുമ്പോൾ ചുവപ്പ് നിറം വന്ന് തടിക്കുന്ന പോലെ ഇൻഫ്ലമേഷൻ വരാം. ഈ രക്തക്കുഴലിന് ഉള്ളിൽ ഇങ്ങനെ വന്ന് അത് മുഴയായി ഈ രക്തക്കുഴലിനുള്ളിലേക്ക് തള്ളി നിൽക്കും. രക്തക്കുഴലുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ പ്ലാക്കുണ്ട് എന്ന് ചിലപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ്, ഹൃദ്രോഗ വിദഗ്ധൻ രോഗിയോട് പറയാറുള്ളത്, സംവദിക്കുമ്പോൾ പറയും. ഈ പ്ലാക്ക് അങ്ങനെ ഇരുന്നാൽ സാധാരണ 20% 30% പ്ലാക്കുകൾ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ മുഴ തള്ളി വന്ന് ആ രക്തധമനിയുടെ 70% ഡയമീറ്റർ, അതിൻ്റെ വ്യാസം അടഞ്ഞു പോയാൽ രക്ത ഓട്ടത്തിന് കുറവ് വരും. ഈ രക്തോട്ടം കുറവ് വരുമ്പോൾ രോഗി നടക്കുമ്പോൾ, കയറ്റം കയറുമ്പോൾ, പടി കയറുമ്പോൾ, ഓടുമ്പോൾ കൂടുതൽ രക്തം ആവശ്യമുള്ള സമയത്ത് അത്രയും എത്തിക്കാൻ ഈ തടസ്സമുള്ളതുകൊണ്ട് സാധിക്കാതെ വരും. നെഞ്ചിൻ്റെ പേശികൾ, ഹൃദയത്തിൻ്റെ പേശികൾക്ക് രക്തം കുറയും. പേശികൾക്ക് രക്തം കുറയുമ്പോൾ അത് പുറത്തെ ലോകത്തെ അറിയിക്കുന്നത് വേദനയായിട്ടാണ്. അതാണ് നമ്മളെപ്പോഴും പറയുന്ന നെഞ്ചുവേദന വരുന്നു. നടക്കുമ്പോൾ എനിക്ക് നെഞ്ചുവേദന വരും. ചിലർക്ക് വേദന ആകണം എന്നില്ല, ഒരു കഴപ്പ് മാത്രമായിരിക്കും, ചിലപ്പോൾ ഒരു വെയിറ്റ് മാത്രമായിരിക്കും, ചിലപ്പോൾ ഒരു ഗ്യാസ് പോലത്തെ അവസ്ഥയായിരിക്കും. സാധാരണ പറയുന്ന നെഞ്ചുഭാഗത്താണ് വരുന്നത് എങ്കിലും ഇടതുവശത്തും വരാം, കുറച്ച് വലതുവശത്തേക്ക് വരാം, കഴുത്തിലേക്ക് വരാം, താടിയെല്ലിലേക്ക് വരാം, തോളുകളിലേക്ക് വരാം, പുറകുവശത്ത് അനുഭവപ്പെടാം. അങ്ങനെ പല ഭാഗത്തേക്കും ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചിലപ്പോൾ മാറി വരാം. സാധാരണയായി നേതുഭാഗത്ത് വരും. അതോടൊപ്പം ഇടത് കൈയിൽ ഉൾവശത്തും ഒരു കഴപ്പോ നീറ്റലോ പോലെ അനുഭവപ്പെടാം. അപ്പോൾ ഇതാണ് ഒരു കൊഴുപ്പ് വന്ന് അടഞ്ഞ് വരുന്ന മുഴ കൊണ്ടുണ്ടാകുന്ന അറ്റാക്ക്. വരുമ്പോൾ ഈ തള്ളി നിൽക്കുന്ന ഭാഗത്ത് ചെറിയൊരു വിള്ളൽ വരാം. ആ വിള്ളൽ വരുമ്പോൾ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തകണികകൾ അതിലടിയും. അടിഞ്ഞ് നമ്മുടെ കൈയൊക്കെ മുറിയുമ്പോൾ ഉണ്ടാകുന്ന രക്തക്കട്ട പോലെ ഒരു കട്ട അവിടെ വരാം. അത് 90%, 99%, ചിലപ്പോൾ 100% അടവാകുമ്പോഴേക്കും ഹൃദയാഘാതമാകും. 100% അടവുമ്പോൾ പൂർണ്ണമായും ഹൃദയാഘാതമാകുന്നു. 100% അടയാത്ത അവസ്ഥ വരുമ്പോൾ അത് അത്രയും ഒക്ലൂസീവ് അല്ലാത്ത, അത്രയും അടഞ്ഞു പോകാത്ത അറ്റാക്കിലേക്ക് വഴിതെളിക്കുന്നു. രണ്ടും ഒരേപോലെ ഗുരുതരമാണ്. ഡോക്ടറെ അടുത്തേക്ക് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് എത്തിയാൽ നമ്മൾ ചെയ്യുന്നതാണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി. ആ പ്രോസസ്സ് എന്താണ്? ആൻജിയോഗ്രാം ഞാൻ പറഞ്ഞല്ലോ, ഇത് രക്തക്കുഴലിൻ്റെ ബ്ലോക്കാണ് അറ്റാക്കിലേക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അത് വളരെ ലഘുവായ ECG പരിശോധന വഴി നമുക്കറിയാൻ സാധിക്കും. കൂട്ടത്തിൽ രക്തത്തിൽ ഹൃദയത്തിൻ്റെ പേശികളിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ്, ചില എൻസൈംസ് ഉണ്ട്. ട്രോപ്പോണിൻസ് എന്ന് പറയും. എല്ലാവർക്കും അറിയാം. ട്രോപ്പ് ടെസ്റ്റ് ചെയ്തോ എന്നായിരിക്കും പലപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുള്ളത്. ഈ ട്രോപ്പോണിൻ എന്ന് പറയുന്ന സാധനം ഒരു പ്രോട്ടീനാണ്. അത് ഹൃദയ പേശികൾക്കുള്ളിലുള്ള പ്രോട്ടീനാണ്. ഹൃദയ പേശികളുടെ ഇതിന് ഡാമേജ് വരുമ്പോൾ, ക്ഷതം വരുമ്പോൾ ഈ ട്രോപ്പോണിൻ രക്തത്തിലേക്ക് ഇറങ്ങും. രക്തത്തിൽ ഇതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആ രോഗിക്ക് ചെറിയ തോതിൽ, ചിലപ്പോൾ ഒരുപക്ഷെ വലിയ തോതിൽ ഹൃദയാഘാതം വരുന്നുണ്ട് എന്നറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രോഗി ECG മുഖേനയും നമുക്കറിയാൻ പറ്റും. ECG മുഖേന ഇന്ന ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടെന്നൊരു വിദഗ്ധന് അറിയാൻ പറ്റും. അത് തീർച്ചപ്പെടുത്തണമെങ്കിൽ ആൻജിയോഗ്രാമിൻ്റെ ആവശ്യമുണ്ട്. ആൻജിയോഗ്രാം എന്ന് പറയുക, ആൻജിയോ എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ, ഗ്രാം എന്ന് പറയുന്നത് കാണുന്ന രീതി. അതാണ് ആൻജിയോഗ്രാം. വെസലിനെ കാണുന്നു, രക്തക്കുഴലിനെ കാണുന്നു, അതാണ് ആൻജിയോഗ്രാം. അത് നമ്മൾ വെറുതെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ രക്തക്കുഴലിൽ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കലും എക്സ്റേ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ രക്തത്തിനെ എക്സ്റേ സ്ക്രീനിൽ കാണുന്ന പാകത്തിലാക്കിയെടുക്കണം. അതിനുവേണ്ടി രക്തത്തിലേക്ക് ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യും. അയഡിൻ അടങ്ങിയ മരുന്നുകളാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ആ മരുന്ന് രക്തക്കുഴലിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലിനെ നമുക്ക് പുറമേ എക്സ്റേ വഴി കാണാൻ പറ്റും. അതാണ് ശരിക്കും ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ ആൻജിയോഗ്രാം. ആൻജിയോഗ്രാം വരുമ്പോൾ രക്തം ഒഴുകിപ്പോകുന്നത് കാണാം. അതിൽ മുഴകളുണ്ടെങ്കിൽ ആ ഭാഗം തള്ളി ചുരുങ്ങിയിരിക്കുന്നതായി കാണാൻ പറ്റും. പൂർണ്ണമായും അടഞ്ഞ രക്തക്കുഴലാണെങ്കിൽ രക്തക്കുഴൽ ഒരുവരെ ഓടിയിട്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. അതാണ് ആൻജിയോഗ്രാം. ഈ ആൻജിയോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടെന്നും, ഇപ്പോൾ 70% അടവുണ്ട്, അല്ലെങ്കിൽ 80% ബ്ലോക്കുണ്ട്, 90% ബ്ലോക്ക്, ആ ബ്ലോക്കിന് അപ്പോഴും കുഴപ്പമൊന്നുമില്ല രോഗി, പക്ഷേ നടക്കുമ്പോഴൊക്കെ വേദന വരുന്നുണ്ടാവും, അറ്റാക്കായിട്ടില്ല. അതിനെ നമ്മൾ അപ്പോഴും തന്നെ അവരോട് സംസാരിച്ച് അവരെ മനസ്സിലാക്കി ഈ രക്തങ്ങളുടെ ബ്ലോക്കിനെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ആൻജിയോപ്ലാസ്റ്റി വഴി ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റി വഴി നേരത്തെ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് അടഞ്ഞു പോയി, പൂർണ്ണമായി അടഞ്ഞ് രക്തക്കട്ടകൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ രക്തക്കട്ടകളിലൂടെ രക്തങ്ങൾ അടഞ്ഞതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു നേരിയ
ഒരു വയർ കടത്തിവിടും. വയറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂസ് വയർ എല്ലാവർക്കും അറിയായിരിക്കും, നേരിയ ഏതാണ്ട് ആ വലിപ്പമുള്ള വയർ രക്തക്കുഴലിലൂടെ കടത്തിവിട്ട് താഴെ എത്തിച്ചിട്ട് ആ നേരിയ കമ്പിയിലൂടെ ബലൂൺ കടത്തിവിടും. ചിലപ്പോൾ 2 മില്ലിമീറ്റർ വലിപ്പമുള്ള, അല്ലെങ്കിൽ 1.5 മില്ലിമീറ്റർ വലിപ്പമുള്ള, ചിലപ്പോൾ 2.5 മില്ലിമീറ്റർ വലിപ്പമുള്ള ബലൂണുകൾ കടത്തിവിട്ട് ആ ചുരുങ്ങിയിരിക്കുന്ന ഭാഗത്തിന് വികസിപ്പിക്കുമ്പോൾ ബ്ലോക്ക് മാറി രക്തഓട്ടം പുനഃസ്ഥാപിക്കും. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുമോ അത്രയും പെട്ടെന്ന് രോഗിക്ക് വേദന മാറും, രക്തക്കുഴലുകൾ അടഞ്ഞുപോയി ഹൃദയപേശികൾക്കുണ്ടാകുന്ന തകരാറ് അപ്പോഴേ മാറും. അത് എത്രയും വേഗം രോഗി അടുത്ത ഒരു ആശുപത്രിയിൽ, ഈ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. SK ആശുപത്രിയിൽ 24 മണിക്കൂറും ഞങ്ങളിത് ചെയ്തു കൊടുക്കുന്നുണ്ട്. രോഗികൾ അതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഡോക്ടർ, നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ രോഗികൾക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉണ്ടാകുന്ന വലിയ ആശങ്കയാണ്, ഇനി എൻ്റെ ജീവിതം വല്ലാതെ ലിമിറ്റഡ് ആയി പോവോ, എനിക്കിനി റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അതേപ്പറ്റി കൂടി ഒന്ന് പറയാമോ? അത് നമ്മുടെ രോഗികൾക്കിടയിൽ പൊതുവേ ഉള്ളൊരു മിഥ്യാധാരണയാണ്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് ബ്ലോക്ക് മാറ്റുവാണെങ്കിൽ ഏറ്റവും കുറവ് ശതം മാത്രമേ ഹൃദയപേശികൾക്ക് സംഭവിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ്? കൂടുതൽ ശതം സംഭവിച്ചാൽ ഹൃദയപേശികൾ അത്രയും ശക്തിക്കുറവ് വരും. കൂടുതൽ ശക്തിക്കുറവ് വന്നാൽ ഹൃദയത്തിന് പമ്പ് ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെടും. പമ്പ് ചെയ്യാനുള്ള ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണ്ട് നമുക്കെല്ലാവർക്കും ഒരു 50% മുകളിൽ പമ്പിങ് ശക്തി ഉണ്ട് ഹൃദയത്തിന്. അത് 40% താഴേക്ക് പോകുമ്പോൾ ആ രോഗി ആയാസപ്പെടുമ്പോൾ വേണ്ടത്ര ശക്തി പമ്പ് ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തത് കാരണം ചിലപ്പോൾ ശ്വാസം മുട്ടൽ വരാം. അത്രയും ഗുരുതരമായ അവസ്ഥയിൽ രോഗി എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ സാധാരണയായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവരുടെ പഴയ ജീവിതചര്യയിലേക്ക് പൂർണ്ണമായും തിരിച്ചു വരാനാകും. പൂർണ്ണമായും. ഞങ്ങൾ തന്നെ ആശുപത്രിയിൽ 3 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവരെ റൂമിൽ നടത്തിച്ച് ക്രമേണ അതിൻ്റെ ദൈർഘ്യം കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 10-15 മിനിറ്റ് രോഗി നടക്കുന്നുണ്ടാവും ആശുപത്രിയിൽ തന്നെ. വീട്ടിൽ ചെന്നാലും ആ നടത്ത തുടരാൻ പറയും. അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 30 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും സാധാരണ വേഗതയിൽ നടക്കുന്ന വ്യക്തികളായാണ് തിരിച്ചു വരുന്നത്. ഇത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വളരെ വലുതാണ്. അതോടൊപ്പം അവരുടെ ഹോബി, വർക്ക്, അതിലേക്ക് പോകാനുള്ളൊരു ഹൃദയത്തിൻ്റെ ആരോഗ്യം ആദ്യം വെരിഫൈ ചെയ്യണം. അവർ ECG എടുത്ത് പരിശോധന നടത്തണം. ചിലപ്പോൾ ECG നോർമലായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ വ്യായാമമുറ ചെയ്തിട്ട്, അതായത് TMT എന്ന് പറഞ്ഞ ടെസ്റ്റ്, ട്രെഡ്മിൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി, ബൈസൈക്കിൾ എർഗോമെട്രി എന്ന് പറഞ്ഞുകൊണ്ട് TMT ചെയ്യാൻ പറ്റാത്തവർക്ക് അത് ചെയ്യാം. അത് ചെയ്ത് ഹൃദയത്തിനെ ഒന്ന് ത്വരിതപ്പെടുത്തും. അപ്പോഴേ ECGയിൽ വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് സ്ക്രീനിൽ നോക്കി നമുക്ക് വിലയിരുത്താനാകും. ഏതാണ്ട് 80, 85, 90% രോഗികളെയും ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനാകും. അവിടെയും ഒരു 10% വിള്ളലുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാനാകാതെ വരും. അത് ചിലപ്പോൾ നോർമലായിരിക്കും, പക്ഷെ അവർക്കും ഹൃദയാഘാതം വരാം. പക്ഷെ അത് നമ്മളെ ഫാമിലി ഹിസ്റ്ററിയും ഡോക്ടറുടെ ജഡ്ജ്മെൻറ്റും പ്രകാരം അറിയാൻ പറ്റും. ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ കേൾക്കുന്നത് ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണു, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ ഈ ആരോഗ്യമുള്ള മനുഷ്യർ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിലേക്ക് പോയി കുഴഞ്ഞു വീഴുന്നു. ആ അവസ്ഥ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നമ്മുടെ പത്രവാർത്തയിൽ വളരെ പ്രാധാന്യം കിട്ടുന്നുണ്ട്. കുഴഞ്ഞു വീണ് മരിച്ചു, ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു, കളിക്കളത്തിൽ ഒരു കളിക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഈ വാർത്തകളിൽ പലതും ഹൃദയാഘാതമാകാം. കാരണം ഹൃദയാഘാതം വരുമ്പോൾ സാധാരണ വരുന്ന ഹൃദയാഘാതങ്ങളിൽ ഏതാണ്ട് 50% മരണങ്ങൾ നടക്കുന്നത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലാണ്. അവർക്ക് ആശുപത്രിയിൽ എത്താൻ പോലും സാധിക്കാതെ ഹൃദയമിടിപ്പിൽ വൈകല്യം വരും. ഹൃദയം റെഗുലറായിട്ട് കൃത്യമായിട്ട് ഇടിക്കുന്ന ഒരു അവയവമാണ്. ഈ ഹൃദയം പിടിപ്പിലെ വ്യത്യാസം എന്ന് പറയുന്നത്, അത് താളം തെറ്റി അടിക്കുമ്പോൾ പമ്പിങ് നടക്കില്ല, തലച്ചോറിലേക്ക് രക്തം എത്തില്ല, ശ്വാസകോശത്തിലേക്കും മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം എത്തില്ല, മരണം സംഭവിക്കും. അത് നീണ്ടുപോയാൽ ഉടനെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ സാധാരണ ഇപ്പോൾ വെളിയിലൊക്കെ കാണാറുണ്ട്, ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഹാർട്ടിൻ്റെ ഇടിപ്പ് നേരെയാക്കിയാൽ അവർ രക്ഷപ്പെടും. അതാണ് ഇപ്പോൾ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഷോക്ക് കൊടുക്കണം, കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന സംശയത്തോടെ പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ പെട്ടെന്ന് കുഴഞ്ഞെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും ഹൃദയത്തിൻ്റെ പേശികൾക്കുണ്ടാകുന്ന രോഗങ്ങളും അതിന് കാരണമാണ്. അതിലേറ്റവും പ്രധാനം ഹൈപ്പർട്രോഫിക് കാർഡിയോ മയോപ്പതി, അതായത് ഹൃദയത്തിൻ്റെ മസിലിന് കട്ടി കൂടുന്ന രോഗം ഉള്ള ആൾക്കാർ. അത് കുറച്ച് പേർക്ക് ഫെമിലിയലായിട്ട് കുടുംബപരമായിട്ട് ഈ രോഗം ഉണ്ടാവാം. അവർക്ക് ഹൃദയമിടിപ്പിലെ താളക്രമം തെറ്റി, നമ്മളെ ഹൃദയമിടിപ്പ് താളക്രമം എന്ന് ഞാൻ പറയുന്നത് വെൻട്രിക്കുലാർ ഫിബ്രിലേഷനാണ്. അതായത് ഹൃദയം ടോട്ടലായിട്ടൊരു കൺഫ്യൂസ്ഡായിട്ട് ബീറ്റ് ചെയ്യുന്നതാണ് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. അവർ മരണപ്പെടും. അത്
കറക്റ്റായിട്ട് അപ്പോൾ ഷോക്ക് കൊടുക്കുക ശരിയാക്കിയില്ലെങ്കിൽ മരണപ്പെടാം. പിന്നെ വരാവുന്ന ഒരു കണ്ടീഷൻ ജന്മനാ ഉള്ള ഇടിപ്പ് വൈകല്യങ്ങൾ ഉണ്ടാക്കാവുന്ന രോഗങ്ങൾ. അത് ഞങ്ങളുടെ ഭാഷയിൽ ചാനലോപ്പതി എന്ന് പറയും. ഓരോ ചെറിയ ചെറിയ മൈക്രോ ചാനൽസ് ഉണ്ട് ഹാർട്ടിനകത്ത്. ഇതാണ് ഹാർട്ടിലെ കണ്ടക്ഷൻ റെഗുലറായിട്ട് കൊണ്ടുപോകുന്നത്. ഇതിനുണ്ടാകുന്ന ജനിതക വൈകല്യങ്ങൾ ഹൃദയമിടിപ്പിൻ്റെ താളത്തിന് തെറ്റിക്കുന്നു. അവർക്ക് വളരെ ആരോഗ്യമായിട്ടിരിക്കുന്നു, അടുത്ത നിമിഷം താളക്രമം തെറ്റിപ്പോവാം, മരിച്ചു പോകാം അവരെ കറക്റ്റ് ഇത് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉള്ള 3-4 കണ്ടീഷൻസാണ് ഈ പെട്ടെന്നുള്ള മരണം ഉണ്ടാക്കുന്നത്. അതുപോലെ പക്ഷേ നേരത്തെ ഹൃദയരോഗമുള്ള ഒരു അയോർട്ടിക് വാൽവ്, മഹാധമനിക്കുള്ള വാൽവ് ചുരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെടാം. അത് പെട്ടെന്ന് തന്നെ വാൽവ് ബ്ലോക്കായി മരണപ്പെടാം. ഇടിപ്പ് താളക്രമം തെറ്റി വരാം. ചിലപ്പോൾ പെട്ടെന്നുള്ള പമ്പിങ് ശക്തി തകരാറ് കൊണ്ടുവരാം. അങ്ങനെ സംഭവിക്കാം. ഓക്കെ, ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജീനിന് അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട് ഹൃദയാരോഗ്യത്തിൽ. അപ്പോൾ അതൊന്ന് വിശദീകരിച്ചാൽ എന്തൊക്കെയാണ് എൻ്റെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ഞാൻ. ഈ ജനിതകമായ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്ന്, നമ്മുടെ കുടുംബത്തിലെ ഒരു അടുത്ത ബന്ധു ചെറുപ്രായത്തിൽ മറ്റൊരു രോഗങ്ങളും കാണിക്കുക, അതായത് പ്രമേഹ രോഗമില്ലാതിരിക്കുക, രക്തസമ്മർദ്ദമില്ല, പുകവലിക്കാരനല്ല, നല്ല ആരോഗ്യവാനായിരുന്നു, പെട്ടെന്നൊരു ദിവസം കുഴഞ്ഞു വീണ് മരിച്ചു, സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഉണ്ടാവാം. അത് എല്ലാ ബന്ധുക്കളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഇത് കുടുംബത്തിൽ എല്ലാവർക്കും വരാവുന്ന രോഗമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നേരത്തെ കണ്ടുപിടിക്കാം. അതായത് അവർക്ക് ഒരു ലക്ഷണവും ഇല്ലെങ്കിൽ തന്നെയും എക്കോ കാർഡിയോഗ്രാഫ് ടെസ്റ്റ് എടുത്താൽ ഇത് കണ്ടുപിടിക്കാനാവും. അവർക്ക് വേണ്ട പരിശോധനകൾ നടത്തി ചികിത്സ നൽകി അവരെ മരണത്തിൽ നിന്ന് തടയാനാവും. അതൊന്ന്. 2, ചാനലോപ്പതി എന്ന് പറയുന്നത് ഒരു വീട്ടിലെ ഒരു വ്യക്തിക്ക് ഈ QT പ്രൊളോങ്ങേഷൻ, QT അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അതൊരു വ്യക്തിക്കുണ്ടെങ്കിൽ ബന്ധുക്കളെ നമ്മൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ചെറുപ്രായത്തിൽ നേരത്തെ മരിച്ചിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാം ഹൈ റിസ്ക് ആണ്, അവരുടെ ബന്ധുക്കൾ. അപ്പോൾ അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒരു പരിധി കണ്ടുപിടിക്കാനാവും. ഡോക്ടർ, ഇതുപോലെ ഞങ്ങൾ മുന്നേ കാർഡിയോളജിസ്റ്റ് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ. അപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് ഈ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ നമുക്ക് വന്ന ചില കമൻറ്റുകളാണ്. ഇപ്പോൾ ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യുന്നു, 1 hour വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, പിന്നെ എനിക്ക് മുഴുവൻ ഇരുന്നുള്ള ഒരു ജോലിയാണ് വൈകിട്ട് വരെ. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ വ്യായാമം ഞാൻ ചെയ്യുന്നു റെഗുലറായി, പക്ഷേ ബാക്കിയെല്ലാം ഇരുന്നിട്ടുള്ള അലസമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഹൃദയാരോഗ്യത്തെ? തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള വ്യായാമവും ഹെൽപ്പ് ചെയ്യും. അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രയോജനം ഉണ്ടാവും. ഈ ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ ഓണം, സംക്രാന്തി അതനുസരിച്ച് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്നല്ല. കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന ക്രമമായ വ്യായാമം തീർച്ചയായിട്ടും സഹായിക്കും. പിന്നെ പ്രൊഫഷണലായിട്ട് പല ജോലിക്കും ഇരുന്നുള്ള ജോലിയായിരിക്കും കുറേ സമയം. പക്ഷേ എപ്പോഴും ഞാൻ പറയാറുള്ള 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ജോലി എടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അതിലും താഴ്ന്ന ഒരു സമയം ഒന്ന് നടന്നിട്ട് വരിക. ഇപ്പോൾ ഒന്ന് മൈൻഡ് സെറ്റ് മാറും. 2, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് രക്തഓട്ടം നന്നാവും. ഒരേ സമയത്ത് അനങ്ങാതിരുന്ന് ജോലി ചെയ്യുമ്പോൾ 2-3 റിസ്ക്കാണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ സെഡൻറ്ററി ഹാബിറ്റ് കൂടി. 2, കാലുകളിലെ ഞരമ്പുകളിൽ അനങ്ങാതിരുന്ന് ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ രക്തം കട്ട പിടിച്ചിട്ട് അത് അവിടുന്ന് മൂവ് ചെയ്ത് ചിലപ്പോൾ ലങ്സിൽ, ശ്വാസകോശത്തിലെ രക്തങ്ങളിൽ അടഞ്ഞ് പൾമണറി എംബോളിസം എന്ന് പറഞ്ഞ രോഗം അതിന് സാധ്യതയുള്ളൊരു വ്യക്തിക്ക് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ അനങ്ങാതിരുന്ന് 24 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഹാർട്ടിൻ്റെ ഹെൽത്ത് മോശപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ഇപ്പോൾ ചെയ്യുന്ന എല്ലാവരും മരണപ്പെടുന്നില്ല. പക്ഷേ എപ്പോഴും നല്ലത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു മൂവ്മെൻറ്റ്, അത് എപ്പോഴും നല്ലതാണ്. ഡോക്ടർ, അതുപോലെ തന്നെയാണ് യുവാക്കളിലുള്ള ഒരു വലിയ കോൺഫിഡൻസ് ആണ്. എൻ്റെ കയ്യിലൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അതെൻ്റെ ഹൃദയത്തിൻ്റെ താളവും NBP ഒക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ആശ്രയിച്ചാൽ മതി എന്നുള്ളത്. സ്മാർട്ട് വാച്ചും ഹൃദയാരോഗ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് എങ്ങനെയാണ് അത് പറയാം? സ്മാർട്ട് വാച്ച് ഒരു വിപ്ലവമാണ്, ഞാൻ സമ്മതിക്കാം. അതിലേറ്റവും പ്രധാനം അതിൽ ഹാർട്ട് റേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ പലരും ഫാൾസ് അലാമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്, എൻ്റെ റേറ്റ് എപ്പോഴും കൂടുതലാണ്. ഇത് നോക്കുമ്പോൾ ഉത്കണ്ഠ, ഹാർട്ട് റേറ്റ് കൂടും. ഏറ്റവും പ്രധാനം അറിയാവുന്നത്, വളരെ പെട്ടെന്ന് റേറ്റ് കൂടുന്ന അവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് ഹൃദയമിടിപ്പിൻ്റെ താളക്രമം തെറ്റുന്ന രോഗമുണ്ട് എന്ന് മനസ്സിലാക്കാം. ചിലർക്ക് ഹൃദയമിടിപ്പ് കുറച്ചുകൂടെ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അത് കൃത്യമായിട്ടാണോ താളം തെറ്റുന്നത്,
അതോ ഇറഗുലറാണ്, ക്രമം തെറ്റിയുള്ള താളക്രമ വ്യത്യാസമാണോ? അതായത് പ്രധാനമായിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന രോഗമുണ്ടോ? ഏട്രിയൽ ഫിബ്രിലേഷൻ ഒരു കാരണമാണ് സ്ട്രോക്ക് വരാനായിട്ട്. ഈ സ്ട്രോക്ക്, അതായത് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ മേലറകൾ താളക്രമം തെറ്റി അടിക്കുന്നു. അപ്പോൾ സാധാരണ ഹൃദയത്തിന് മേലറ കൺട്രാക്ട് ചെയ്യും, സെക്കൻഡുകൾക്കുള്ളിൽ കീഴറ സങ്കോചിക്കും, പമ്പിങ് നടക്കും. ഇത് എന്താ പറയുക, ഒരു റിതമാണ്. ഇതിങ്ങനെയാണ് ദൈവം നമ്മളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റിങ് മാറി മേളിലെ താളം തെറ്റി അടിക്കുമ്പോൾ മേളിലെ തറകളിൽ വേണ്ടത്ര രക്തം പമ്പ് ചെയ്ത് താഴോട്ട് പോവില്ല. അവിടെ രക്തം പൂൾ ചെയ്ത് കിടക്കും. ആ പൂൾ ചെയ്ത് കിടക്കുന്ന രക്തത്തിൽ ചെറിയ രക്തക്കട്ടകൾ ഉണ്ടായാൽ അത് താഴേക്ക് വന്ന് അത് പമ്പ് ചെയ്ത് സ്ട്രോക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരമുള്ള ഒരു വൈകല്യമുണ്ടോ ഇല്ലയോ എന്ന് സ്മാർട്ട് വാച്ചിൽ നിന്ന് അറിയാൻ പറ്റും. ബുദ്ധിയുള്ള നമ്മൾ കൃത്യമായി നോക്കിയാൽ അതറിയാൻ പറ്റും. രക്തസമ്മർദ്ദം അതിനെ റിലേ ചെയ്ത് പോകുന്നെങ്കിലും ഒരു ചികിത്സാ വിധിയും സ്മാർട്ട് വാച്ചിൽ നിന്നുള്ള രക്തസമ്മർദ്ദം വച്ച് ചികിത്സ നിശ്ചയിക്കുന്ന സംവിധാനം ഇതുവരെ ഇല്ല. പക്ഷേ അതിലൊരു സൂചനയുണ്ടെങ്കിൽ പോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തി രക്തസമ്മർദ്ദമുണ്ടോ, അതിന് ചികിത്സ വേണോ എന്ന് വിദഗ്ധ അഭിപ്രായം ഏത് ഡോക്ടറെ കണ്ടാലും മതി. കാർഡിയോളജിസ്റ്റിനെ തന്നെ കാണണം എന്നില്ല, കണ്ടിട്ട് വിലയിരുത്തുന്നത് നന്നായിരിക്കും. മാത്രമല്ല, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാവുന്ന സംവിധാനമുണ്ട്. ഹോം BP മോണിറ്ററിങ് ഫെസിലിറ്റി. ഇപ്പോഴത്തെ BP അപ്പാരറ്റസുകളെല്ലാം പലർക്കും വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അതെടുത്ത് അമിതമായിട്ട് എന്നെ വിശ്വസിക്കാൻ പോകുന്നതിന് മുമ്പ് അതൊന്ന് കാലിബ്രേറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ വളരെ പ്രയോജനകരമായി കണ്ടുപിടിക്കാൻ സാധിക്കും. സ്മാർട്ട് വാച്ച് വിപ്ലവകരമാണ്, ഉപകാരപ്രദമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ ഇൻവെൻഷൻസും ടോട്ടലായിട്ട് അത് നമ്മളെ ഒരു കാര്യത്തിനെ റീപ്ലേസ് ചെയ്യില്ല. അവിടെയും നമ്മുടെ യുക്തി ഉപയോഗിക്കണം. ഡോക്ടർ, അതുപോലെ മറ്റൊരു വിഷയം പലർക്കും സംശയമുള്ളതാണ് ഹൃദയാരോഗ്യവും ഏജും. അപ്പം ഏജിങ്ങും ഹൃദയാരോഗ്യവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഏജിങ്, അതായത് ചെറുപ്പക്കാരായിരിക്കുമ്പോൾ ഞാൻ എല്ലാം സേഫാണ്, പക്ഷേ ഏത് ഏജ് കഴിയുമ്പോൾ ഞാനൊന്ന് അലാമിങ് ആവണം, എവിടെ ഞാൻ സ്ഥിരമായി ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ ചോദിച്ചാൽ ഏതായിരിക്കും? അത് പ്രസക്തമൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഹൃദയാഘാതത്തിനെ പറ്റി പറയുമ്പോൾ പണ്ട് നമ്മുടെ കൺമുൻപിൽ കാണുന്ന 65 വയസ്സ് മേലുള്ള ഒരാൾ അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരു അച്ഛൻ അറ്റാക്ക് വന്നു പറയുമ്പോൾ വലിയ വാർത്തയല്ല, അദ്ദേഹത്തിന് പ്രായമുണ്ട് അതുകൊണ്ട് വന്നതാണ് എന്ന് പറയും. പക്ഷേ ചെറുപ്പക്കാർക്ക് തന്നെ ഹൃദ്രോഗം വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി മാറി, ജോലിക്കുണ്ട സ്വഭാവം മാറി. പലപ്പോഴും നേരത്തെ പറഞ്ഞ ഇരുന്നുള്ള ജോലിയാണ്. ആയാസകരമായ വർക്കുകളൊന്നും തന്നെ ഫിസിക്കലി ഉള്ള ഒന്നുമില്ല, മെൻ്റലി ഉണ്ടെങ്കിലും ഇല്ല. സ്ട്രെസ് കൂടുതലാണ്, ജീവിത ചെലവ് കൂടി, പഴയ പോലെ സിമ്പിൾ ലൈഫല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഫോണിൽ കൂടെ മാത്രമായി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് ഒരു സംഘർഷം അനുഭവപ്പെടുന്നത്. ഇവർക്കെല്ലാം ഹാർട്ട് അറ്റാക്ക് വരാൻ, മറ്റ് ടിഷ്യൂസിൻ്റെ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് നേരത്തെ ചെക്കപ്പ് ചെയ്യുക, പീരിയോഡിക്കായിട്ട് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ സാധാരണ പറയാനുള്ള, എന്തായാലും നമ്മുടെ സാധാരണ എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് വരുന്ന ആൾക്കാർ 40-45 വയസ്സാകുമ്പോൾ ഒരു ചെക്കപ്പിന് വരും, നോവും. പിന്നെ വെളിയിലുള്ള ഒരു അടുത്ത അവധിക്ക് വരുമ്പോൾ വീട്ടിൽ ചെക്ക് ചെയ്യും, പോവും. ഒരു നല്ല ട്രെൻഡാണ്. പക്ഷേ ബേസിക്കലി ഒരാൾക്കൊരു ഐഡിയ വേണം. എല്ലാം നോർമലാണെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും BP ചെക്ക് ചെയ്തിരിക്കണം, കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരിക്കണം, ഷുഗർ ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഇവർ ECGയിൽ എന്തെങ്കിലും വ്യതിയാനമുള്ളവർ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കണം. എന്തെങ്കിലും അനോമലി കണ്ടാൽ അവർ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് അലർട്ടായി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഡോക്ടർ, അതുപോലെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള, പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയം കുറേ നേരം കൂടി മിടിക്കുമെന്ന് പറയുന്നത് സത്യമാണോ, അതൊരു മിഥ്യയാണോ? അത് ശരിക്കും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ കാലത്ത് അത്രയില്ല, അനിമൽ ആണ് ഞങ്ങളെ മോഡൽസായിട്ട് എടുക്കുന്നത്. ഒന്ന് ഫ്രോഗ്. ഞാൻ പ്രീ ഡിഗ്രി മുതൽ ഞങ്ങൾ ഫ്രോഗ് ഡിസെക്ഷൻ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച ഗ്രൂപ്പിൽ വന്ന ആൾക്കാരാണ്. ഫ്രോഗിൻ്റെ ഹൃദയം എടുത്ത് അതിൻ്റെ പരിശോധന നടത്തും. പഠനത്തിന് വന്നതിന് ശേഷം MBBS ഫ്രോഗിൻ്റെ ഹാർട്ട് ആക്ടിവിറ്റി എടുക്കും. ഫ്രോഗിനെ നമ്മളൊന്ന് ബ്രെയിൻ ഡെഡ് ആക്കിയിട്ട് അപ്പോഴും ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബ്രെയിൻ ഡെഡായാൽ ഹൃദയമിടിപ്പ് നടക്കും. ഹൃദയാഘാതം വന്ന് ഹൃദയത്തിന് ക്ഷതം സംഭവിച്ചാൽ ഹൃദയമിടിപ്പ് കുറച്ച് നേരം നിൽക്കും, അതങ്ങ് ഇഫക്റ്റീവായിട്ടുള്ള ഹൃദയത്തിൻ്റെ പ്രവർത്തനം പോവും. എങ്കിലും മസിലായതുകൊണ്ട് അത് കുറച്ച് നേരം കൂടി തുടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ജീവൻ്റെ തുടിപ്പല്ല. അതേസമയം ബ്രെയിൻ ഡെഡ് ആവുകയും ഹൃദയം ആരോഗ്യത്തിൽ ഇടിക്കുകയും ചെയ്യുന്നവരാണ് ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്ന വ്യക്തികൾ. കാരണം അവരുടെ ബ്രെയിൻ ഡെഡായിപ്പോയി, ഹൃദയം പ്രവർത്തനക്ഷമമാണ്, പക്ഷെ അത് മരണപ്പെട്ടിട്ടില്ല. അതിനെ ആ മരണപ്പെടുന്ന കാലയളവിനുള്ളിൽ സംരക്ഷിച്ച് നേരെ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ജീവന് അത് ജീവൻ ദാതാവായി മാറാം. അതാണ്
ഹൃദയത്തിന് ഡയറക്റ്റായിട്ട് ഡാമേജ് വന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് ആരോഗ്യത്തോടെ ഇടിക്കും, അതിനുപയോഗിക്കാം. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ട്രാൻസ്പ്ലാന്റ്. ബ്രെയിൻ ഡെഡ്, ഹൃദയത്തിന് തകരാറില്ല, എടുക്കാം. കിഡ്നിക്ക് തകരാറില്ല, എടുക്കാം. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവർ ഇത് സ്പെയിൻറ്റേഴ്സിന് അവർ പോവും. അത് കുറച്ച് സമയം കിട്ടും നമുക്ക്. ഓക്കെ ഡോക്ടർ, ഞങ്ങൾ എല്ലാ കാർഡിയോളജിസ്റ്റുകൾ വരുമ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, ഡോക്ടറോടും ചോദിക്കുന്നു, അങ്ങയുടെ കരിയറിലെ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഓർമ്മ, ഒരു പേഷ്യൻ്റ് അങ്ങനെ പറയാനുണ്ടാവും? മറക്കാനാവാത്ത ഓർമ്മ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തിയതാവാം, നല്ല ഓർമ്മയാവാം. ഞാൻ എൻ്റെ ഒരു നല്ലൊരു സേവനകാലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആണ് കഴിഞ്ഞത്. വളരെ സാധാരണക്കാരൊക്കെ ആവും അല്ലേ? ഒരുപാട് പേര് നമ്മുടെ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഹൃദയാഘാതമായിട്ട് രോഗിയെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ആരും കാണത്തില്ല, ബന്ധുക്കളാരും കാണത്തില്ല, പേഷ്യൻ്റ് മാത്രം ആയിരിക്കും, ആരെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കും, കുഴഞ്ഞു കിടക്കുന്ന കണ്ടുകൊണ്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഇവരുടെ വെയറബോട്ട്സ് അറിയാൻ ഒരു മാർഗവും കാണില്ല. അങ്ങനെ കണ്ട ഒരു രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റിക് എടുക്കണം. അത് അറ്റാക്കാണ്. ആൻജിയോപ്ലാസ്റ്റി സേവ് ചെയ്യാൻ പറ്റും. രക്തസമ്മർദ്ദം കുറവാണ്. അതിന് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന ആൾക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവറും അവിടെ നിന്ന വീട്ടുകാരും ഫോൺ നമ്പറുണ്ട് ഉണ്ടോ അവർക്കും അതും അറിയില്ല. ഇദ്ദേഹത്തിനെ പരിശോധിച്ചപ്പം സൂപ്രണ്ട് പറഞ്ഞ അദ്ദേഹത്തിന് പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുക്കുമ്പോൾ, അച്ഛാ 2 പെൻസിലും ഒരു പേനയും വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അതിന് വാങ്ങിപ്പോയ വ്യക്തിയാണ്. അതൊരു വല്ലാത്ത ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടർ പറഞ്ഞ സംസാരത്തിലൂടെ നീളം നമുക്ക് മനസ്സിലായത് ഈ ജീവിതശൈലിയും ഹൃദയാരോഗ്യവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കട്ടെ, നമുക്ക് കുറച്ച് ഗോൾഡൻ റൂൾസ് പറഞ്ഞു തരൂ. നിങ്ങളുടെ ഹൃദയം പ്രശ്നത്തിലാവാതിരിക്കാൻ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് ചില ഗോൾഡൻ റൂൾസ് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? സിമ്പിൾ ലിവിങ്. ഫസ്റ്റ് തിങ് ഈസ് സിമ്പിൾ ലിവിങ്. പിന്നെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന അമിത കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയും. യങ്സ്റ്റേഴ്സ് പലപ്പോഴും നമുക്ക് പുതിയ ഭക്ഷണത്തിനുകൊണ്ട് ഭ്രമം അല്ലെങ്കിൽ അതിനൊരു ആവേശം, അതിനൊരു ഇഷ്ടം എല്ലാം കാണും. പക്ഷെ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് അൺഹെൽത്തി ഫുഡ് ആകരുത് എന്ന് ശ്രദ്ധിക്കുക. വെജിറ്റബിൾസിനെ അവോയ്ഡ് ചെയ്യരുത്. പല യങ്സ്റ്റേഴ്സും വെജിറ്റബിൾസ് ആ ഭാഗം ഞാൻ നോക്കാറില്ല എന്ന് പറയുന്നവരാണ്. വെജിറ്റബിൾസും കഴിക്കണം. ഏറ്റവും നല്ലത് അവോയ്ഡിങ് റെഡ് മീറ്റ്സ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്ത് കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്ന പ്രയാസമാണ്. എങ്കിലും റെഡ് മീറ്റ് അമിതമാകാതെ ശ്രദ്ധിക്കുക. മുട്ട നല്ലതാണ്, മുട്ട കഴിക്കാം, പക്ഷെ അമിതമാവാൻ പാടില്ല. കാരണം പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള യങ്സ്റ്റേഴ്സ്, ഞാൻ 6 മുട്ട 7 മുട്ട 8 മുട്ട 10 മുട്ട കഴിക്കും. ഇതിലേക്ക് യെല്ലോ കൂടി കഴിക്കുകയാണെങ്കിൽ, അതായത് മുട്ട മഞ്ഞ ഭാഗം കൂടി കഴിക്കുകയാണെങ്കിൽ അതിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ ഉണ്ട്. 1-2 മുട്ട കഴിച്ചെന്ന് പറയാം, അങ്ങനെ കൊളസ്ട്രോൾ കൂടില്ല. പക്ഷേ ഈ അമിതമായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്താകുന്നു പ്രത്യേക പഠനം നടത്തി കണ്ടുപിടിക്കണം. അതെന്തായാലും അത് ദോഷകരമായിരിക്കും. പിന്നെ ഫൈബർ ഡയറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ കൃത്യമായ വ്യായാമം. നിങ്ങൾ എത്ര വേണോ കഴിച്ചോളൂ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വ്യായാമം ചെയ്യാൻ സന്നദ്ധമായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ സന്നദ്ധമാണ്, പക്ഷേ വ്യായാമം ചെയ്യാൻ നമ്മൾ സന്നദ്ധമല്ല. പിന്നെ പിരിമുറുക്കം അവോയ്ഡ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ എടുക്കുക. അത് ഒന്ന് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണും, പിന്നെ നമ്മുടെ ജോലിക്ക് ഉള്ള ടാർഗറ്റ്സ്. പക്ഷെ അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒന്ന് പരിഗണിക്കേണ്ട കാര്യമാണ്. വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയും അത് കൺസിഡർ ചെയ്യണം. പക്ഷെ അവർക്ക് സ്ഥാപനത്തിന് മെച്ചപ്പെടുത്താനാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറയുക. ഇവർക്ക് സ്ട്രെസ്സ് കൂടുന്നു. സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യുന്ന രീതി അതെടുക്കാവുന്ന റിലാക്സേഷൻസ് വിത്ത് ഫാമിലിയിലും ഓഫീസ് സ്ഥലത്തും എല്ലാം ചെയ്താൽ അത് കുറേയൊക്കെ പരിഗണിക്കാൻ പറ്റും. ഗോൾഡൻ റൂൾസ് ടേക്ക് സിമ്പിൾ ലിവിങ്. ഡോക്ടർ, അതുപോലെ ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, ഈ സ്ട്രോക്കും ഹൃദയാഘാതവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? സ്ട്രോക്കും ഹൃദയാഘാതവുമായിട്ട് ബന്ധമുണ്ട്. സ്ട്രോക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം നന്നായിരുന്നാലും വരാം. കാരണം തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ ഇതുമാതിരി കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കായാൽ സ്ട്രോക്ക് വരാം. പക്ഷെ അതല്ലാതെ തലച്ചോറിലെ രക്തക്കുഴൽ നോർമലായിരിക്കെ ഹൃദയത്തിൻ്റെ അസുഖം കൊണ്ട് സ്ട്രോക്ക് വരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഹൃദയത്തിനൊരു അറ്റാക്ക് വന്ന് ഒരു പേശി പ്രവർത്തനക്ഷതം അല്ലാതിരിക്കുന്നു എന്നിരിക്കട്ടെ, ആ ഭാഗത്ത് രക്തം പൂളിയെ ആ രക്തം കട്ട പിടിക്കും. കട്ട പിടിച്ച് അതിൽ നിന്ന് രക്തക്കണികകൾ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ തലച്ചോറിലെ രക്തക്കുഴൽ അടഞ്ഞ് സ്ട്രോക്ക് വരാം. അത് കോമൺ ആയിട്ട് കാണാറുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഹൃദയാഘാതവും സ്ട്രോക്കുമായിട്ട് ബന്ധമുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ, നേരത്തെ ഞാൻ പറഞ്ഞു ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞ് ഹൃദയത്തിൻ്റെ മേലറകളിൽ ക്രമം തെറ്റി ഇടിക്കുന്നൊരവസ്ഥ വരുമ്പോൾ അതിൽ ബ്ലഡ് ക്ലോട്ട്സ് വരാം. അതുപോലെ അവിടുന്ന് യാത്ര ചെയ്ത് ഒരു വെൻട്രിക്കിൾ വഴി
രക്തക്കൊള്ളിലെത്തി തലച്ചോറിൽ പോയി അടഞ്ഞ് അവിടെ സ്ട്രോക്ക് വരാം, കിഡ്നിയിൽ അടഞ്ഞുപോയി കിഡ്നി തകരാറ് വരാം, കാലിലെ ഞരമ്പുകളിൽ അടഞ്ഞ് കാലിലെ രക്തോട്ടം നിൽക്കാം. അങ്ങനെ ഹൃദയത്തിൻ്റെ ആരോഗ്യം രക്തക്കൊള്ളികളുടെ അടവിനെ കാര്യമായി, അവിടെ ഹൃദയത്തിൽ മാത്രമല്ല മറ്റ് ഭാഗങ്ങളിലെ രക്തക്കൊള്ളി അടവുകളിലെയും കാര്യമായി ബാധിക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എനിക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.